ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ കുറേ ദിവസമായിട്ട് നമ്മൾ മുറ്റത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തത്. കൂടുതൽ അടുക്കളയിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുക്കള കണ്ട് കണ്ട് ഞാനും മടുത്തിട്ടുണ്ടായിരുന്നു. അടുക്കള പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല കേട്ടോ. അതാണ് നമ്മൾ അടുക്കളയിൽ നിന്ന് ആദ്യം തുടങ്ങാൻ കേട്ടോ. അപ്പോൾ ആദ്യത്തെ പണി തുണി വിരിച്ചിട്ട് തുടങ്ങാമെന്ന് വെച്ചിട്ടോ. കാരണം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ വെയിൽ വന്നാലും വലുതായിട്ട് അങ്ങ് കിട്ടാറില്ല. അപ്പോൾ ഇന്ന് എന്താണെന്നറിയില്ല, നല്ല വെയിൽ വന്നിട്ടുണ്ടായിരുന്നേ. തുണി വിരിച്ചിട്ട് കണ്ട് നമ്മളൊന്ന് പേടിപ്പിക്കാൻ മഴക്കാർ വന്നിങ്ങനെ നിൽക്കണം കേട്ടോ. നമ്മളതൊന്ന് മൈൻഡ് ചെയ്യണം. അത് അങ്ങോട്ട് അതിൻ്റെ പാട്ടിനും കൂടെ പൊക്കോളും. പിന്നെ ഈ വെയിലിന് വേറെ സ്വഭാവമുണ്ട്. നമ്മൾ പെറുക്കിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ വെയിൽ തെളിയും. അത് നമ്മൾ കൊണ്ടിട്ട് കഴിയുമ്പോൾ മഴയ്ക്ക് മൂടും. അതുകൊണ്ട് എൻ്റെ അടുത്ത് ആ കളി നടക്കാറില്ല കേട്ടോ. ഞാൻ അത്യാവശ്യം മൂടി കഴിഞ്ഞാൽ ഞാൻ അപ്പം അങ്ങനെ എടുക്കാറില്ലേ. അതാണ് ഞാൻ വൈകുന്നേരം തുണിയെല്ലാം കഴുകി വെച്ചിട്ട് രാവിലെ എണീക്കുമ്പോൾ വിരിച്ചിടുക ചെയ്യാറുള്ളത്. ഇപ്പോൾ പിന്നെ കുറച്ച് ദിവസമായിട്ട് ഉമ്മ ഉണ്ടായിരുന്നതുകൊണ്ട് ഉമ്മ രാവിലെ വെളുപ്പിന് എണീറ്റ് ഇങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് കഴുകാൻ തുടങ്ങും. അപ്പോൾ തുണിയുടെ കാര്യം എനിക്ക് നോക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ പിന്നെ ഉമ്മ ഇന്ന് രാവിലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ വൈകുന്നേരം പോകാൻ വേണ്ടി ഇരുന്നായിരുന്നു. അപ്പോൾ അവർ പറ്റത്തില്ല, പെട്ടെന്ന് കയറണം എന്ന് പറഞ്ഞു. പിന്നെ ആ നേരത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം അവിടെ എത്തുമ്പോൾ അപ്പോൾ അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ്, പിന്നെ രാവിലെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെളുപ്പിന് എണീറ്റ് ചോറും കറിയെല്ലാം ചൂടാക്കി പാത്രങ്ങളൊക്കെ കഴുകി ഏറെക്കുറെ പണികളൊക്കെ തീർത്ത് വെക്കാണ്ട്. ഇപ്രാവശ്യം അങ്ങനെ പോകുന്നതിന് മുന്നേ അതൊക്കെ ചെയ്ത് തന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് അടുക്കളയിൽ അങ്ങനെ വലുതായിട്ട് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ ഒന്നും വലുതായി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെയുള്ള പണി വെച്ചാൽ ഈ തുണി വിരിക്കലാണ്. നമ്മളുള്ളപ്പോൾ ഇതിങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് ഇങ്ങനെ ഉണക്കിയെടുക്കും. ഞാൻ അതിനായിട്ട് മെനക്കെടാൻ നിൽക്കാറില്ലേ. കാരണം ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് തുണി വറുക്കുമ്പോൾ ഇവിടുത്തെ മറന്നു പോകും. അതുകൊണ്ട് പരമാവധി ഞാൻ മഴയ്ക്ക് അത്യാവശ്യം ചെറിയ രീതിയിൽ മൂടിലുണ്ടെങ്കിൽ ഞാൻ ഇടാറില്ല കേട്ടോ. അത് പിന്നെ നല്ല വെയിലുള്ളതുകൊണ്ട് എടുത്തിട്ടതാണ്. ഉച്ചയ്ക്ക് തന്നെ ഇപ്പോൾ കറികളൊന്നും വേണ്ടാത്ത വേറെ ഒന്നുമല്ല. ഇന്നലെ നമ്മൾ തിക്കടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ ഞാട്ട്, കാരണം തിക്കടി ഉണ്ടാക്കലും വീഡിയോ എടുപ്പും ഒന്നും ഒന്നിച്ച് നടക്കത്തില്ല. അന്ന് പിന്നെ ഉണ്ടാക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുക്കാൻ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ പോയി നോക്കിയാൽ പുതിയ കൂട്ടുകാർ ഒരുപാട് പേര് കയറിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആർക്കെങ്കിലും തിക്കടിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടാൽ മതി കേട്ടോ. നമ്മൾ അടുത്ത് ഇട്ടിട്ടുള്ളൂ, ഒത്തിരി ലോങ്ങായി പോയിട്ടൊന്നുമില്ലേ. അത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ ആവശ്യം പിന്നെ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ എനിക്കില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇക്കാനൊരു നോട്ടം നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഇനി അടുത്ത റമദാനിലെ തിക്കടി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത് ഉരുട്ടിയെടുക്കൽ കുറച്ച് മെനക്കേട് പിടിച്ച പരിപാടിയാണ് കേട്ടോ. പിന്നെ തുണി വിരിക്കലെല്ലാം കഴിഞ്ഞത് ഞങ്ങൾ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഞാൻ ഇറങ്ങുമ്പോൾ കൂടെ ഇറങ്ങും പാത്തു. അതുകൊണ്ട് പേടിയായിട്ട് ഇപ്പം നമ്മളിവിടെ ഈ ഒച്ചൊക്കെ അത്യാവശ്യം നല്ലപോലെ ഉള്ളതുകൊണ്ട് പാത്തു ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇച്ചിരി പേടിയാണ്. കാരണം ആ കുഞ്ഞിൻ്റെ കാര്യം ഈ ഒച്ചാണ് മെയിനായിട്ട് വന്നിട്ടുള്ളതെന്നാണ് ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എല്ലായിടത്തും അത്യാവശ്യം നല്ലപോലെ ഒച്ച ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും ഒച്ച ഇങ്ങനെ വരുന്നത്. അതുകൊണ്ട് പേടിയാണ് ഈ ഒച്ചൊക്കെ ഉള്ളതുകൊണ്ട്. ഇവളാണേലും പോകുന്ന കാണുമ്പോൾ കൈ കൊണ്ട് തുടത്തില്ലെങ്കിലും കാലുകൊണ്ടൊക്കെ ഒന്ന് തട്ടി കളിക്കുന്നത് കാണാറുണ്ട്. അതുകൊണ്ട് ഇവൾ ഇറങ്ങുമ്പോൾ ഒരു പേടിയാട്ടോ. ഞാൻ കയറി കഴിഞ്ഞാൽ അവൾ കൂടെ കയറിക്കോളൂ. അതുകൊണ്ട് പിടിച്ച് വലിച്ച് കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വേണ്ടി കയറിയിട്ട് രാവിലത്തെ അര ഗ്ലാസ് ചായ കൂടി എൻ്റെ കഴിഞ്ഞു. ചായ ഞാൻ ഇടയ്ക്കൊന്ന് നിർത്തിയതായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, ചില സമയത്ത് എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. മധുരം കാണുമ്പോൾ എനിക്കറിയില്ല, ഭയങ്കര ഇഷ്ടമാണ് മധുരത്തിനോട്. പിന്നെ നമുക്ക് ഫാമിലിയിലായിട്ട് എല്ലാവർക്കും ഉപ്പച്ചിക്കാണേലും ഉമ്മച്ചിക്കാണേലും ഷുഗർ പാരമ്പര്യമായിട്ടുണ്ട്. അങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. എന്തായാലും അവർക്ക് അതിനൊരു കുറവും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ, ഞങ്ങൾ 4 മക്കൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് വരുമോ എന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ. ഞങ്ങൾ 4 പേരിൽ ഏറ്റവും കൂടുതൽ മധുരം കഴിക്കുന്നത് ഞാനും എൻ്റെ ആങ്ങളും മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾക്ക് 2 പേർക്കാണ് ഇച്ചിരി മധുരത്തിനോട് ഒരു ഇഷ്ടം. ബാക്കിയുള്ളവർക്കൊന്നും പുളിയോടാണെന്ന് തോന്നുന്നു കൂടുതൽ ഇഷ്ടം. നമുക്ക് പിന്നെ മധുരം മതി കേട്ടോ. മധുരം ഇപ്പോൾ എങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഈ പണിയുടെ ഇടയിലാണ് കൂടുതൽ മധുരത്തിൻ്റെ എന്തെങ്കിലും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഉപ്പിലിട്ടൊക്കെ ഇക്ക വെച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ കഴിക്കാനൊന്നും നിൽക്കാറില്ല കേട്ടോ. അതെ, ഞങ്ങൾ 2 പേരും ചായ കുടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ ടി വി വെച്ചപ്പോൾ ടി വിക്കകത്ത് പൈസ ഇല്ല. ചാനൽ ഇങ്ങനെ മാറ്റി മാറ്റി നോക്കിക്കൊണ്ട് ഇപ്പോൾ ഉള്ള ചാനലും കൂടെ കട്ടായിട്ടുണ്ടായിരുന്നേ. ഞാനങ്ങനെ പൊതുവേ ടി വി ഒന്നും കാണാൻ നിൽക്കാറില്ല കേട്ടോ. പിന്നെ പിള്ളേരൊക്കെ ഇല്ലാത്ത സമയത്താണെങ്കിൽ ഇവർ സ്കൂളിൽ പോയി കഴിയുമ്പോൾ പെട്ടെന്ന് ഒച്ചനൊക്കെ പോയി കഴിയുമെന്ന് ഓർത്ത് ഞാൻ ടി വി ഓൺ ആക്കിയിടും. കാണാൻ നിൽക്കാറില്ല. പാത്തും കാണാൻ നിൽക്കത്തൊന്നില്ലേ, എൻ്റെ പുറകെ ഇങ്ങനെ നടക്കത്തേ ഉള്ളൂ. റോസും ബസ്സിലും അപ്പോൾ മദ്രസക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നബിദിനൊക്കെ ആയതുകൊണ്ട് പിള്ളേർക്ക് റിഹേഴ്സലും കാര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ അതിൻ്റെ പുറകെ ആയിരിക്കും. പിന്നെ സ്കൂൾ അടച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് റിഹേഴ്സലുണ്ട്. അപ്പോൾ സ്കൂളുള്ളതുകൊണ്ട് പരീക്ഷയൊക്കെ നടക്കുന്നതാണ് കേട്ടോ വലുതായിട്ട് റിഹേഴ്സലും കാര്യമൊന്നും ഇല്ലാത്തത്. സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഒന്നിച്ചായിരിക്കും. പ്രാവശ്യം ഓണം നബിദിനൊക്കെ ഏറെക്കുറെ ഒരു ദിവസമായിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു. ഇപ്പം മഴ ഇല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു. കാരണം പിള്ളേർ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ ഞങ്ങൾ പോയപ്പോൾ റാലിയുടെ സമയത്ത് മഴയൊക്കെ പെയ്തിട്ട് വേഗം തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും നോക്കാം എങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചായയുടെ എല്ലാം കഴിഞ്ഞ് വേഗത ഉള്ള പാത്രമൊക്കെ വേഗം കഴുകി വെക്കാൻ ഉമ്മ പാത്രമൊക്കെ കഴുകി വെച്ചുകൊണ്ട് ഇനി നേരത്തെ എടുക്കുന്ന വേഗം കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ പുറത്തേക്ക് അധികം നോക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം മഴ അങ്ങനെ മൂടിയിട്ടുണ്ടായില്ല. ചെറിയ മഴക്കാരുണ്ടായിരുന്നുള്ളൂ, എന്നാലും വലുതായിട്ട് അങ്ങ് ഉണ്ടായിട്ടില്ല കേട്ടോ. ഇപ്പോൾ ചാറായിട്ട് മീൻകറി ഉള്ളതുകൊണ്ട് ഉപ്പേരി എന്തെങ്കിലും വെച്ചാൽ മതി കേട്ടോ. വേറെ ഒന്നും ചാറായിട്ട് വെക്കുന്നില്ല. പിന്നെ ഉപ്പ കഞ്ഞി കുടിക്കുന്നുണ്ട്. ഉപ്പാക്ക് അച്ചാറോ തോരൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി. ഇക്കാക്കും മീൻകറി ഉള്ളതുകൊണ്ട് പിന്നെ വേറെ ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഉപ്പേരി ആണെങ്കിലും മതി. പിന്നെ പപ്പടം ഉണ്ടെങ്കിൽ അത് ചുട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. അതിപ്പോൾ ബാത്തു ആണെങ്കിലും ബാത്തുവിനാണെങ്കിലും ചുട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പപ്പടം ഞാൻ പൊരിച്ച് വെക്കാറില്ല, എണ്ണ ലാഭിക്കാനായിട്ട്. അല്ലെങ്കിൽ എണ്ണ ചിലവ് എനിക്ക് ഇച്ചിരി കൂടുതലായതുകൊണ്ട് ഞാൻ പപ്പടം പൊരിച്ചൊന്നും വെക്കാറില്ല. ഇപ്പോൾ എണ്ണ ഇച്ചിരി കുറച്ച് വരുന്നുണ്ട്. പിന്നെ ആ സ്പ്രേ ചെയ്യുന്ന കുപ്പി മേടിക്കുന്ന കുറേ നാളായിട്ട് ആഗ്രഹിക്കും. കാരണം ഞാനിപ്പോൾ അപ്പൊക്കെ ചുടുവാണെങ്കിൽ പോലും കുപ്പി കൊണ്ട് കമിഴ്ത്തി വയ്ക്കുമ്പോൾ അത്യാവശ്യം 3 ട്രിപ്പൊക്കെ നമുക്ക് അപ്പം ചൂടാനുള്ള എണ്ണ അങ്ങനെ ഒഴിച്ച് വരുന്നു. അപ്പോൾ എന്തായാലും സ്പ്രേ ചെയ്യുന്ന കുപ്പി ഒന്ന് മേടിക്കണം.
ഗോബീസും കൂടെ വേഗം അരിഞ്ഞെടുക്കുകയാണ്. ഗോബീസ് എനിക്ക് തോരൻ വെക്കുന്ന ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. നമ്മൾ താളിച്ചെടുക്കാറുള്ളൂ കേട്ടോ. ഇടയ്ക്ക് ബസ്സിൽ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കൊടി ഉയർത്തുന്നതിന് മധുരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കിട്ടിയപ്പോൾ എനിക്കും പാത്തുനും കൂടെ കൊണ്ട് തന്നാ കേട്ടോ. 3 എന്ത് കിട്ടിയാലും അതിപ്പോൾ അവർ കഴിച്ച് പകുതിയാണെങ്കിലും ഇങ്ങോട്ട് കൊണ്ട് തരാറുണ്ട്. മൊത്തം കഴിച്ച് വെക്കാറില്ല കേട്ടോ. എന്ത് കിട്ടിയാലും ഇങ്ങോട്ട് കൊണ്ട് തരും. ഇപ്പോൾ മദ്രസയിലാണെങ്കിലും ഒരു മിഠായി ആരെങ്കിലും കൊടുത്തെന്ന് പറഞ്ഞാലും അത് മൊത്തം കഴിച്ചിട്ട് വരില്ല. ഇവിടെ എന്തായാലും പകുതി കൊണ്ട് തരും. ശീലം 3 പേർക്കുണ്ട് കേട്ടോ. ഞാൻ അതും കഴിച്ചു. അത് കഴിച്ച് തീർത്തിട്ടാണ് ഞാൻ ബാക്കി പണിയിലോട്ട് കയറിയത്. കാരണം എനിക്ക് മധുരം കഴിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ടല്ലോ. അപ്പോൾ പാത്തുവിന് വേണ്ടായിരുന്നു. പാത്തു അത് കഴിച്ച് തിരിച്ചെനിക്ക് തന്നിട്ടുണ്ട്. അവൾക്ക് മധുരത്തിനോട് വലിയ താല്പര്യമില്ല. അവൾക്ക് ഇച്ചിരി പുളിയൊക്കെ ചേർന്നിട്ടുള്ള ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് തൈരൊക്കെ ആണെങ്കിലും നല്ലപോലെ കുടിക്കും കൊടുത്തു കഴിഞ്ഞാൽ. അല്ല ഞാൻ മഞ്ഞപ്പൊടിയും പച്ചമുളകും സവോളൊക്കെ കുനുകുനാന്ന് അരിഞ്ഞിട്ട് ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ ഇച്ചിരി വെള്ളം ഒഴിച്ചൊക്കെ നല്ലപോലെ തിരുമ്മി ആക്കിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്ത് ഉറങ്ങാനുള്ള അലമ്പിനാണ് കിടന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പുള്ളി രാവിലെ കുറച്ച് നേരം കിടന്നത് ഉമ്മ ഉള്ളതുകൊണ്ട് ഇപ്പോൾ കുറേ ദിവസമായിട്ട് കിടന്ന് ഉറക്കമില്ലായിരുന്നു. കാരണം ഉമ്മ കവലയ്ക്ക് പോകുമ്പോൾ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോകും. അന്നേരം ഉറക്കത്തിൻ്റെ ആവശ്യമില്ല. അവൾക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് പോയാൽ മതി. അപ്പോൾ പിന്നെ സന്ധ്യ ആകുമ്പോൾ കയറിക്കൊന്ന് ഉറങ്ങുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇപ്പോൾ എവിടെയും പോകാനില്ല. കാരണം ഉമ്മ ഉള്ള സമയത്ത് മാത്രമേ പുള്ളിക്ക് പുറത്ത് ടൗണിലോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ ആരെങ്കിലും ഉണ്ടാവാറുള്ളേ. അപ്പോൾ ഉമ്മ പോയി പിന്നെ പുള്ളിയുടെ ആ പോകാനുള്ള സമയം ഒന്ന് ഉറങ്ങി തീർക്കാന്ന് വെച്ചിട്ട് അതിനുള്ള അലമ്പാണ് കേട്ടോ. ഇതിലോട്ടൊന്ന് കിടക്കാൻ വേണ്ടി വന്നപ്പോൾ പുതപ്പൊക്കെ ആകെ ഇതായി കിടക്കണം. അപ്പോൾ അതെല്ലാം മടക്കിയൊരു മുകളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പാത്തുവിനെ കയറ്റി കിടത്താൻ വെക്കുകയാണേ. അങ്ങനെ അവളെയും കയറ്റി കിടത്തി ഉറക്കിയിട്ട് ഞാൻ പതുക്കെ വാതിലടയ്ക്കുന്നില്ല. ലൈറ്റ് ഓഫ് ചെയ്ത് ഞാൻ ഒന്ന് പതുക്കെ പോവാണ്. കാരണം വാതിലടച്ച് അവൾ എണീറ്റ് കരഞ്ഞാൽ അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് വേഗം എൻ്റെ ബാക്കി പണികളൊക്കെ ഇങ്ങനെ തീർക്കാന്ന് വെച്ചാൽ അടിച്ചു വാരിയിട്ടൊന്നുമില്ല കേട്ടോ. അവൾ എണീക്കാതെ റൂമിൽ കയറി അടിച്ചു വാരലൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ബാക്കി സ്ഥലമെല്ലാം നല്ലപോലെ ഒതുക്കി അങ്ങോട്ട് വെച്ചിട്ട് ഞാൻ എൻ്റെ അടുക്കളയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഇടയ്ക്ക് മഴ ചെറുതായിട്ടൊന്ന് മൂടി തൂളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണങ്ങിയതൊക്കെ വേഗം ഞാൻ പെറുക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വെയിൽ ഓണത്തിനും ഉന്നതിദിനത്തിനൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നല്ലതായിരുന്നു. പിള്ളേർക്കാണെങ്കിലും ഒന്നും ഇറങ്ങി നടക്കാനൊന്നും പറ്റത്തില്ലല്ലോ മഴയാണെങ്കിൽ. അപ്പോൾ പിന്നെ സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ എവിടെയും പോകാനൊന്നുമില്ല. കാരണം ഇപ്രാവശ്യം വീട്ടിലൊന്നും പോക്ക് നടക്കത്തില്ല. ഒത്തിരി പ്ലാൻ ഉണ്ടായിരുന്നു വീട്ടിൽ സർപ്രൈസായിട്ട് പോകണം, ചെന്നിട്ട് ചേട്ടത്തിനൊക്കെ വിളിച്ച് വരുത്തുന്നൊക്കെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് വീട്ടിൽ പോക്കൊന്നും നടക്കത്തില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ എവിടെയെങ്കിലൊക്കെ കാരണം ആ സമയത്ത് എവിടെയെങ്കിലൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങളെ വരുന്ന ആ സമയമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ പോകുമായിരിക്കും. ആ ഒരു ടൈമിൽ ഇനി പോകുന്നുള്ളൂ. അല്ലാതെ ആ സമയത്ത് എല്ലാവരും ഒന്നിച്ച് കിട്ടത്തുള്ളൂ. ഇല്ല പിന്നെ അങ്ങനെ ആരെയും കിട്ടാറില്ല. ആരെങ്കിലും ഒരാൾ കുറവാണെങ്കിൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ എപ്പോഴും ഒന്നിച്ച് കൂടാൻ അറിയത്തില്ല. അതെ അതിനിടയ്ക്ക് ഉപ്പേരിയൊക്കെ അവിടെ ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ മഴ പെയ്ത് കണ്ടപ്പോൾ തുണി വെറുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോഴേക്കും അത് അടിക്കൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നേ. അത് പിന്നെ പുതുമ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ എടുത്ത് പറയാൻ കേട്ടോ. എന്തായാലും ഞാൻ തീ കുറച്ചിട്ടുണ്ടായില്ല, മറന്നു. അങ്ങനെ അടച്ചു വെച്ചിട്ട് ഞാൻ പോയി. എന്നാലും വലുതായിട്ട് അടുക്കി പിടിച്ചില്ല, ചെറുതായിട്ട് കേട്ടോ. അങ്ങനെ അവൾ എണീക്കുമ്പോഴൊക്കെ ഇച്ചിരി ചോറുണ്ടാകുന്ന വെച്ചാൽ ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10-11 സമയമൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ കഴിച്ചാൽ പിന്നെ ഉച്ചക്കാകുമ്പോൾ ഞാൻ കഴിക്കാറില്ല കേട്ടോ. പിന്നെ അവൾ എണീക്കുമ്പോഴേക്കും വേഗം കഴിക്കാമെന്ന് വെച്ചാൽ പിന്നലെ വെച്ച ചൂരക്കറിയാണ് കേട്ടോ. പിന്നലെ അങ്ങനെ ആരും കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഒരു ഇച്ചിരി കൂട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അതും ഉമ്മ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പേരി ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇക്ക നാരങ്ങ അച്ചാറിടുവല്ല ഉപ്പിലിട്ട പോലെ ആക്കിയിട്ട് നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിക്കാൻ വേണ്ടിയിരിക്കാം. അപ്പോൾ TV-യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിണ്ണയിൽ പോയിരുന്ന് കഴിക്കുവാണേ. ചെറിയ രീതിയിൽ ഇങ്ങനെ മഴയ്ക്ക് ഇങ്ങനെ ഒരേ മൂലയിൽ നിന്ന് ഇങ്ങനെ മൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എവിടുന്ന് പെറുക്കണം എന്നല്ല. അപ്പോൾ ഉണങ്ങിയതെല്ലാം ഞാൻ എടുത്ത് മാറ്റിയിട്ടുള്ളതുകൊണ്ട് അത്യാവശ്യം ഉണങ്ങിയത് മാത്രം ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ വരുവാണെങ്കിൽ ഓടി പെറുക്കാമല്ലോ. അതാണ് ഇടയ്ക്കിടയ്ക്ക് മുകളിലോട്ട് നോക്കുന്നത് മഴ തോന്നുന്നുണ്ട് അറിയാനായിട്ട് കേട്ടോ. അപ്പോൾ ഫുഡ് ഇല്ല അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് നിർത്താം കേട്ടോ. പുതിയ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഒത്തിരി കൂട്ടുകാർ കയറിയിട്ട് നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടോ. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ലതായിട്ട് പിന്നെ കാണാം. ബൈ ടാറ്റാ.